Hello friends, GK Worldന്റെ എല്ലാ വ്യൂവേഴ്സിനും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എനിക്ക് വളരെയേറെ വാല്യുബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം കമന്റ് ചെയ്യുക. നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ കമന്റ് ചെയ്യുക. വാട്സ്ആപ്പ് നമ്പർ കമന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അവിടെ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും അതുവഴി എനിക്ക് മെസ്സേജ് ചെയ്യാം. ഒപ്പം തന്നെ ഞങ്ങളുടെ FB പേജിന്റെ ലിങ്കും നിങ്ങൾക്ക് അവിടെ തന്നെ ലഭിക്കുന്നതാണ്. FB പേജിലേക്ക് GK World and PSC എന്ന ഞങ്ങളുടെ FB പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം ലൈക്ക് ചെയ്യുക. മറക്കാതെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ കൂടെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓരോ ടിപ്സും ഓരോ എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻസും എല്ലാം അറിയിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും വാട്സാപ്പ് നമ്പർ കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മളുടെ ചാനൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ LGS എടുത്തതുകൊണ്ട് നമുക്ക് കുറച്ച് നാളത്തേക്ക് LGS കോൺസെൻട്രേറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ വേറെ വല്ല എക്സാമിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ഓരോ സെക്ഷൻ ആയിട്ട് പഠിക്കാം. അതായത് ഓരോ സിലബസിലെ ഓരോ ടോപ്പിക്കിൽ നിന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കടൽ തീരങ്ങളുടെ കേരളത്തിലെ വൈദ്യുതി പദ്ധതികളിലും KSEB, കേരളത്തിന്റെ കോടതി, അതേപോലെ കേരള ഹൈക്കോടതി ഇവയിൽ നിന്നൊക്കെ ആവർത്തിച്ച് വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, വ്യൂസിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, നമുക്ക് ആദ്യം കടൽ തീരം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളായി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ കടൽ തീരം എത്രയാണ്? 580 കിലോമീറ്റർ. കേരളത്തിൽ കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? 5 ജില്ലകളുണ്ട്. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്. ഇതൊക്കെ മുൻപത്തെ എപ്പിസോഡിൽ ഞാൻ ഇട്ടിട്ടുള്ളതാണ്. എത്ര ജില്ലകൾക്കാണ് കടൽ തീരം ഉള്ളത്? 9 ജില്ല. ലോകത്തിൽ കടൽ തീരം കൂടിയ രാജ്യം ഏതാണ്? കാനഡ. ഏഷ്യയിൽ കടൽ തീരം കൂടിയ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. ഇന്ത്യയിൽ കടൽ തീരം കൂടിയ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. കടൽ തീരം ഏറ്റവും കൂടിയ ജില്ല ഏതാണ്? കണ്ണൂര്. 82 കിലോമീറ്റർ ആണ്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ഏതാണ്? കൊല്ലം. 37 കിലോമീറ്റർ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തലയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാടി ബീച്ചാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ്? കോക്സ് ബസാർ. ബംഗ്ലാദേശിലെ കോക്സ് ബസാർ. കോക്സ് ബസാർ. കോക്സ് ബസാർ. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ്? അതും കോക്സ് ബസാർ തന്നെയാണ്. ബംഗ്ലാദേശിലെ കോക്സ് ബസാറിന് 2 പ്രത്യേകതകളുണ്ട്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചുമാണ് കോക്സ് ബസാർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ്? ചെന്നൈയിലെ മറീന ബീച്ചാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ബീച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ കടൽ തീരങ്ങളെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത് നമുക്ക് കേരളത്തിന്റെ വൈദ്യുത പദ്ധതികളെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുതി പദ്ധതി ഏതാണ്? ഉത്തരം പള്ളിവാസലാണ്. പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുതി പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുതി പദ്ധതി ഏതാണ്? ഉത്തരം പള്ളിവാസൽ. പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുതി പദ്ധതി. പള്ളിവാസൽ പദ്ധതി നിലവിൽ വന്നത് എന്നാണ്? 1940 പള്ളിവാസൽ പദ്ധതി നിലവിൽ വന്നത്. കേരളത്തിൽ ആദ്യമായി സ്വകാര്യ ആവശ്യത്തിന് ജലവൈദ്യുതി ഉത്പാദിപ്പിച്ച കമ്പനി ഏതാണ്? കണ്ണൻ ദേവൻ. 1906 പള്ളിവാസലിലാണ്. കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉത്പാദിപ്പിച്ച് വിതരണം നടത്തിയ പഞ്ചായത്ത് ഏതാണ്? മാങ്കുളം. 2004 കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുതി ഉത്പാദിച്ച് വിതരണം നടത്തിയ പഞ്ചായത്ത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉത്പാദിപ്പിച്ച് വിതരണം നടത്തിയ കോർപ്പറേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂരാണ്. തൃശ്ശൂർ കോർപ്പറേഷനാണ് കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉത്പാദിപ്പിച്ച് വിതരണം നടത്തിയ കോർപ്പറേഷൻ. ഉർമി ജലവൈദ്യുതി പദ്ധതി ചൈനയുടെ സഹകരണത്തോടെയാണ് നിർമ്മിച്ചത്. കേരളത്തിൽ സ്ഥാപിത ശേഷി ഏറ്റവും കൂടിയ ജലവൈദ്യുതി പദ്ധതി ഏതാണ്? ഇടുക്കി. മലബാറിലെ ഏക ജലവൈദ്യുതി പദ്ധതി ഏതാണ്? കുറ്റ്യാടി. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുതി പദ്ധതി ഏതാണ്? മൂലമറ്റം. താപ വൈദ്യുതി നിലയങ്ങളെ കുറിച്ചിട്ട് പറയാം.
പദ്ധതി കായംകുളമാണ്. ജില്ല ആലപ്പുഴ. വർഷം 1999. ഇന്ധനം നാഫ്ത. അടുത്ത പദ്ധതി ബ്രഹ്മപുരം, എറണാകുളം ജില്ലയിലെ. 1997. ഡീസലാണ് ഇന്ധനം. നല്ലളം, കോഴിക്കോട് ജില്ലയിലെ. 1999 വർഷം ഡീസലായിരുന്നു ഇന്ധനം. ഇനി നമുക്ക് പ്രധാനമായിട്ടുള്ള ജലവൈദ്യുതി നിലയങ്ങളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. പള്ളിവാസൽ വൈദ്യുതി നിലയം മുതിരപ്പുഴ നദിയിലാണ്. ജില്ല ഇടുക്കിയാണ്. ചെങ്കുളവും മുതിരപ്പുഴയിലാണ്, ഇടുക്കി ജില്ലയിലെ. പെരിങ്ങൽകുഞ്ഞ് ചാലക്കുടി പുഴയിലെ, തൃശ്ശൂരാണ്. നേരിമംഗലം പെരിയാർ ഇടുക്കി ജില്ലയിലെ. പന്നിയാർ തന്നെയാണ്, പന്നിയാർ നദി ഇടുക്കി ജില്ലയിലെ. ശബരിഗിരി പമ്പ നദിയിലെ, പത്തനംതിട്ടയിലാണ്. ഷോളയാർ ജലവൈദ്യുതി നിലയം ചാലക്കുടി പുഴയിലെ, തൃശ്ശൂരാണ്. കുറ്റ്യാടി തന്നെയാണ്, കുറ്റ്യാടി നദിയിലെ, കോഴിക്കോട് ജില്ലയിലാണ്. ഇടുക്കി പെരിയാർ നദിയിലും ഇടുക്കിയിലാണ്. ഇടമലയാർ തന്നെയാണ്, എറണാകുളം ജില്ലയിൽ. കല്ലടയാർ കൊല്ലം ജില്ലയിലും. മണിയാർ പമ്പ പത്തനംതിട്ടയിലും. ലോവർ പെരിയാർ തന്നെയാണ്, ഇടുക്കി ജില്ലയിലെ. കക്കാട് സീതത്തോട് നദിയുടെ പത്തനംതിട്ടയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് KSEB എന്ന് പറയുന്ന സെക്ഷനിലേക്ക് നീങ്ങാം. KSEB സെക്ഷനിൽ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. 1957 മാർച്ച് 31 കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് നിലവിൽ വന്നത്. എന്നാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് നിലവിൽ വന്നത്? 1957 മാർച്ച് 31. KSEBയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? K. ശ്രീധരൻ നായരാണ് KSEBയുടെ ആദ്യത്തെ ചെയർമാൻ. സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിൽ രൂപമെടുത്ത ബില്ലിംഗ് സമ്പ്രദായം ഏതാണ്? ഒരുമ. ഗാർഹിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്ന വൈദ്യുതി എത്ര വോൾട്ടാണ്? 230 വോൾട്ട്. വൈദ്യുതി ഉപയോഗ നിയന്ത്രണത്തിലൂടെ ബിൽ കുറയ്ക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതി എന്താണ്? ലാഭപ്രഭ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകരണ പട്ടണം ഏതാണ്? തിരുവനന്തപുരം. ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകരണ പഞ്ചായത്ത് ഏതാണ്? കണ്ണാടി. സ്വന്തമായി വൈദ്യുതി ഉത്പാദിപ്പിച്ച് വിതരണം നടത്തിയ പഞ്ചായത്ത് ഏതാണ്? മാങ്കുളം. സ്വന്തമായി വൈദ്യുതി ഉത്പാദിപ്പിച്ച് വിതരണം നടത്തിയ കോർപ്പറേഷൻ ഏതാണ്? തൃശ്ശൂർ. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു ഇതൊക്കെ. ഇലക്ട്രിസിറ്റിയുടെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ എന്താണ്? സരസ് ആണ് ഇലക്ട്രിസിറ്റിയുടെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ. ഇന്ത്യയിൽ ആദ്യമായി തിരമാലയിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കാവുന്ന നിലയം ഏതാണ്? വിഴിഞ്ഞമാണ്. ഇന്ത്യയിൽ ആദ്യമായി തിരമാലയിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന നിലയം. കാറ്റിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കാവുന്ന പദ്ധതി കേരളത്തിൽ ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ് ആദ്യമായി കാറ്റിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിച്ചത്. ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട് കാറ്റാടി യന്ത്രം ഉപയോഗിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന പാരമ്പര്യേതര ഊർജ പദ്ധതി 2008 ഏപ്രിൽ 27 ഉദ്ഘാടനം ചെയ്തത് BS അച്യുതാനന്ദനാണ്. പാരമ്പര്യേതര ഊർജ വികസനത്തിനായി സ്ഥാപിതമായ സ്വതന്ത്രാധികാര സ്ഥാപനം ഏതാണ്? അനെർട്ട്. പാചകത്തിനും ചൂടാക്കുന്നതിനും സൂര്യതാപം ഉപയോഗിക്കുന്ന പദ്ധതി ഏതാണ്? സോളാർ തെർമൽ എനർജി പദ്ധതി. ഇടുക്കി ഡാമിന്റെ സൈറ്റ് നിർദ്ദേശിച്ച ആദിവാസി ആരാണ്? കരുവെള്ളയാൻ കൊലുമ്പൻ. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുതി പദ്ധതി ഏതാണ്? ചെങ്കുളം. 1954. മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ലോർഡ് ബെൻലോക്ക് ആണ് മുല്ലപ്പെരിയാർ ഡാം ആദ്യമായി ഉദ്ഘാടനം ചെയ്തത്. 1895 ഒക്ടോബർ 11 അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ്? ഉത്തരം ചെറുതോണി. ഇനി കേരളത്തിന്റെ ധാതു സമ്പത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. കേരളത്തിൽ ധാതു ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സ്ഥാപനം ഏതൊക്കെയാണ്? കേരള സ്റ്റേറ്റ് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും. ഏതൊക്കെയാണ്? 2 എണ്ണം ഉണ്ട്. കേരള സ്റ്റേറ്റ് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും കേരള സ്റ്റേറ്റ് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനുമാണ് കേരളത്തിൽ ധാതു ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന 2 സ്ഥാപനങ്ങൾ. ഇനി ബോക്സൈറ്റിനെ കുറിച്ച് ഞാൻ പറയാം. കുമ്പള, നീലേശ്വരം, കാഞ്ഞങ്ങാട്. കൂടുതൽ നീലേശ്വരത്താണ് നമുക്ക് ബോക്സൈറ്റ് കാണാൻ പറ്റുന്നത്.
ഇൻമെനൈറ്റും മോണോസൈറ്റും കാണാൻ പറ്റുന്നത് നീണ്ടകരയിലും ചവറ, കോവിൽത്തോട്ടം, കൊല്ലം ജില്ലയിലെ നീണ്ടകരയിലും ചവറയിലും ഒക്കെയാണ് ഇൻമെനൈറ്റും മോണോസൈറ്റും നമ്മൾ കാണപ്പെടുന്നത്. കരിമണൽ കൂടുതൽ കാണപ്പെടുന്നത് പുറക്കാടും നീണ്ടകരയിലുമാണ്. കരിമണലിൽ അടങ്ങിയ ധാതുക്കൾ ഏതൊക്കെയാണ്? ഇൽമെനൈറ്റ്, സിലിമെനൈറ്റ്, മോണോസൈറ്റ്, സിർക്കോൺ, ടൂട്ടൈൽ, ഗാർനറ്റ്. എന്തൊക്കെയാണ്? ഇൽമെനൈറ്റ്, സിലിമെനൈറ്റ്, മോണോസൈറ്റ്, സിർക്കോൺ ആൻഡ് ടൂട്ടൈൽ, ഗാർനറ്റ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ജയിലുകളെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ജയിലിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കേരളത്തിൽ എത്ര സെൻട്രൽ ജയിലുകളുണ്ട്? 3 കേരളത്തിൽ സെൻട്രൽ ജയിലുകൾ ഏതെല്ലാമാണ്? പൂജപ്പുര തിരുവനന്തപുരം ജില്ലയിലെ, വിയ്യൂർ തൃശ്ശൂർ ജില്ലയിലും, പിന്നെ കണ്ണൂർ സെൻട്രൽ ജയിൽ. ഈ 3 ജയിലുകളാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജയില്. കേരളത്തിലെ ജില്ലാ ജയിലുകൾ ഏതെല്ലാം? കോഴിക്കോട്, കൊല്ലം, തിരുവനന്തപുരം. കേരളത്തിൽ എത്ര സബ് ജയിലുകളുണ്ട്? 29. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഏതാണ്? നാട്ടുകൽത്തേരി. കാട്ടാക്കടയിലെ നാട്ടുകൽത്തേരിയാണ് കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ. അത് തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ ഏതാണ്? കാസർഗോഡ് ജില്ലയിലെ ചീമേനി. ആദ്യത്തേത് തിരുവനന്തപുരം ജില്ലയിലും രണ്ടാമത്തേത് കാസർഗോഡ് ജില്ലയിലും. ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ തുറന്ന ജയിൽ ഏതാണ്? പൂജപ്പുര. പൂജപ്പുരയാണ് കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ. ഇനി നമുക്ക് കോടതിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. കേരളത്തിലെ കോടതികളെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്ന കേണൽ മൺറോ 1811 സ്ഥാപിച്ച ജില്ലാ കോടതികൾ ഏതെല്ലാമാണ്? ഉത്തരം പത്മനാഭപുരം, തിരുവനന്തപുരം, കൊല്ലം, മാവേലിക്കര. ഹുസൂർ കോടതികൾ സ്ഥാപിതമായ വർഷം ഏതാണ്? 1814. തിരുവിതാംകൂറിലെ ഏറ്റവും ഉയർന്ന നീതിന്യായ കോടതി ഏതാണ്? ഹുസൂർ കോടതി. ഹുസൂർ കോടതിക്ക് പകരം സദർ കോടതികൾ സ്ഥാപിതമായ വർഷം ഏതാണ്? 1861. 1834 സ്വാതി തിരുനാളിന്റെ തീരുമാനപ്രകാരം തിരുവിതാംകൂറിലെ നീതിന്യായ കോടതികൾ പുനഃസംഘടിപ്പിച്ചത് ആരാണ്? കണ്ടർ മേനോൻ. തിരുവിതാംകൂർ ഹൈക്കോടതി സ്ഥാപിച്ച വർഷം 1887. കൊച്ചിയിൽ ആദ്യമായി കോടതികൾ നിലവിൽ വന്ന വർഷം 1812. കൊച്ചിയിൽ കോടതികൾ നിലവിൽ വരുമ്പോൾ അവിടുത്തെ ദിവാൻ ആരായിരുന്നു? കേണൽ മൺറോ. കേണൽ മൺറോ. തിരുവിതാംകൂർ കൊച്ചി ഹൈക്കോടതി സ്ഥാപിതമായ വർഷം ഏതാണ്? 1949 ജൂലൈ 7. തിരുവിതാംകൂർ കൊച്ചി ഹൈക്കോടതി സ്ഥാപിതമായത് എവിടെയാണ്? എറണാകുളം ജില്ലയിലെ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരാണ്? അന്ന ചാണ്ടി. അന്ന ചാണ്ടി ആദ്യമായി ജഡ്ജി ആയത് എവിടെയാണ്? 1937 തിരുവിതാംകൂറിലാണ് അന്ന ചാണ്ടി ആദ്യമായിട്ട് ജഡ്ജി ആയത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇന്നത്തെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സജഷൻസോ മാറ്റങ്ങളോ വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അങ്ങോട്ട് തുടർന്ന് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പേര് എനിക്കെടുത്ത് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. തുടർന്നും നിങ്ങൾ എനിക്ക് സപ്പോർട്ട് അങ്ങോട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ അടുത്ത എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. അതുവരെ ബൈ and thank you for watching my channel.